ഓം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ വളരെ പ്രസിദ്ധമായ ഒരു ശിവക്ഷേത്രമുണ്ട്. ബൃഹദേശ്വർ ടെമ്പിൾ എന്നാണ് അതിൻ്റെ പേര്. ലോകത്തിൽ തന്നെ ആദ്യമായി മുഴുവനായും ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. രാജരാജ ചോളയാണ് ഇതിൻ്റെ നിർമ്മാണം. 1010 ആണ്ടോടുകൂടെയാണ് ഇതിൻ്റെ നിർമ്മാണം എന്ന് പറയപ്പെടുന്നു. 1000 വർഷങ്ങൾ പഴക്കമുള്ള ഒരു പ്രസിദ്ധമായ ശിവക്ഷേത്രം. രാജരാജേശ്വർ എന്നായിരുന്നു ആദ്യം നാമകരണം ചെയ്തിരുന്നത്. രാജരാജനാണല്ലോ നിർമ്മിച്ചത്, അതുകൊണ്ട് രാജരാജന്റെ ഈശ്വർ എന്ന അർത്ഥത്തിൽ രാജരാജേശ്വർ എന്നായിരുന്നു ആ ഡൈറ്റിയുടെ പേര്. പിന്നീട് ബൃഹദേശ്വർ, ബൃഹത് എന്ന് പറയുമ്പോൾ വളരെ വലുത് എന്നുള്ളത്, അപ്പൊ ഗ്രേറ്റ് എന്നുള്ളതിൽ ആ അർത്ഥത്തിലാണ് ഈ ക്ഷേത്രത്തിന് പേര് വന്നിരിക്കുന്നത്. അപ്പൊ ആ നിർമ്മാണ സമയത്ത് ഒരു ചെറിയൊരു കഥയിലൂടെ നമുക്ക് പോവാം. രാജരാജ ചോളൻ നിർമ്മാണ സമയത്ത് ശില്പിയെ വിളിക്കുകയാണ്. എല്ലാ വിശദാംശങ്ങളും അന്വേഷിക്കുകയാണ്. എല്ലാ ജോലികളും കഴിഞ്ഞോ, കുംഭാഭിഷേകം ചെയ്യാൻ ആയോ എന്നല്ല വിശദമായി ചോദിക്കുമ്പോൾ അവർ പറയുകയാണ്, എല്ലാ ജോലികളും കഴിഞ്ഞു, വളരെ ഭംഗിയായിട്ട്, വളരെ വലിയൊരു ക്ഷേത്രമാണല്ലേ, കുറേ കാലം കുറേ പേരുടെ അധ്വാനം കൊണ്ട് ഉണ്ടായിട്ടുള്ള ധാരാളം പണം ചെലവഴിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പം അവർ പറയാണ്, എല്ലാ ജോലികളും വളരെ ഭംഗിയായി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ മെയിൻ ആയിട്ടുള്ളൊരു ഗോപുരമുണ്ട്, അതിൽ ഒരു ശിലയുടെ കുറവുണ്ട്. അത് കുറേ ദിവസമായി എല്ലാവരും തീവ്രമായി പരിശ്രമിച്ചിട്ടും ആ ശില കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കറക്റ്റായിട്ടുള്ള ആ ഒരു ശില കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പം രാജാവും സേവകന്മാരെയെല്ലാം വിട്ട് അതിന് ശരിയായിട്ടുള്ള രീതിയിൽ ഒരു ശില കണ്ടുപിടിക്കാൻ പറഞ്ഞു വിടുകയാണ്. പക്ഷെ നിരാശയോടെയാണ് അവർ മടങ്ങി വന്നത്. അത് കംപ്ലീറ്റ് ആവാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ള ദുഃഖത്തിലായിരുന്നു. രാജാവ് അതീവ ദുഃഖിതനാണ്. കാരണം തൻ്റെ കാലം കഴിയുമ്പോഴെങ്കിലും ഇതിൻ്റെ ജോലി പൂർത്തിയാക്കാൻ തനിക്ക് കഴിയാതെ വരുമോ. അതീവ ശിവഭക്തനാണ്. അപ്പോൾ വല്ലാത്ത ദുഃഖം തോന്നുകയുണ്ടായി അദ്ദേഹത്തിന്. ഒരു ദിവസം രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വപ്നം കാണുകയും അതിൽ മഹാദേവൻ പ്രത്യക്ഷനാവുകയും ചെയ്തിട്ട് പറയാണ്, ഒരു വൃദ്ധയായ ഒരു സ്ത്രീയുണ്ട്, അവരുടെ പേര് കണ്ണമ്മ എന്നാണ്. നിങ്ങളെക്കാളും, അതായത് രാജരാജ ചോളനേക്കാളും ഭക്തയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവരുടെ വീട്ടിലേക്ക് പോയിട്ട് വീട് സന്ദർശിക്കുക. അവിടെ ഒരു ശിലയുണ്ടാവും, അത് ഈ ഗോപുരത്തിന് കറക്റ്റായിട്ട് മാച്ച് ആവുന്നതാണ് എന്ന് സ്വപ്ന ദർശനം കൊടുക്കുകയാണ്. രാജാവിന് വളരെ സന്തോഷമായി. രാവിലെ തന്നെ സേവകന്മാരെ അയക്കുകയാണ്. ഇതുപോലെ കണ്ണമ്മ എന്ന് പറയുന്ന ഒരു വൃദ്ധയുണ്ടോ, അവർക്കൊരു കുടിലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു സ്വപ്നം ഞാൻ കണ്ടു, അപ്പോൾ അതെല്ലാം സത്യമാണോ എന്ന് അന്വേഷിക്കാനായിട്ട് വിടുകയാണ്. അപ്പോൾ പറഞ്ഞതുപോലെ ആ സ്വപ്ന ദർശനം പോലെ തന്നെ വളരെ ശരിയായ ഒരു സ്ഥലത്ത് തന്നെ, അദ്ദേഹം സ്വപ്നം കണ്ട ആ സ്ഥലത്ത് തന്നെ ഒരു കുടിലുണ്ടാവുകയും അവിടെ ഒരു വൃദ്ധയായ സ്ത്രീ താമസിക്കുകയും ചെയ്യുന്നു. അവരുടെ പേര് കണ്ണമ്മ എന്ന് തന്നെയാണ്. രാജാവ് പരിവാരങ്ങളോടെ അവരെ സന്ദർശിക്കാൻ പോയി. എപ്പോഴും പോയ സമയത്ത് അവരവിടെ ഉണ്ടായിരുന്നില്ല. കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു രാജാവിന്. അപ്പോൾ ആ കുടിൽ മുഴുവൻ സന്ദർശിച്ചു അദ്ദേഹം. അപ്പോൾ സ്വപ്നത്തിൽ എന്ത് പറഞ്ഞിരുന്നു, മഹാദേവൻ എന്നെക്കാളും ഭക്തയാണ് എന്ന് പറഞ്ഞിരുന്നു അല്ലേ. പക്ഷെ ഒരു ശിവലിംഗമോ ഒരു പൂജാദ്രവ്യങ്ങളോ ഒന്നുമേ തന്നെ അവിടെ കാണാൻ കഴിഞ്ഞില്ല എന്ന് വിസ്മയത്തോടെ അങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് ഇവരുടെ വരവ്. ഇവരുടെ ആ സ്ത്രീ വരികയാണ്. അപ്പോൾ രാജാവ് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങോട്ടാണ് പോയത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, ഇവിടെ വലിയൊരു ക്ഷേത്രം പണി കഴിപ്പിക്കുന്നുണ്ട്, അവിടെ ധാരാളം പേര് ജോലി ചെയ്യുന്നുണ്ട്, അവർ ദാഹിച്ചിരിക്കുകയാണ് അല്ലേ, നല്ല ചൂടിൽ അവർ ദാഹിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ സംഭാരം കൊണ്ടു കൊടുക്കുകയാണ്, ദിവസവും ഞാൻ പോയി സംഭാരം കൊണ്ടു കൊടുക്കുകയാണെന്ന് രാജാവിനോട് അവർ പറയും. അപ്പോൾ രാജാവ് വന്ന ഉദ്ദേശം എന്താണെന്ന് അവരോട് പറയുകയും ആ ശില എടുത്തുകൊള്ളാൻ അവർ സമ്മതിക്കുകയും ചെയ്യുകയും അത് കറക്റ്റായിട്ട് തന്നെ ആ ഗോപുരത്തിന് മാച്ച് ആവുകയും ചെയ്തു. രാജാവിന് വളരെ സന്തോഷമായി. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആ ആശങ്ക മാറിയില്ല.
തന്നെക്കാളും ഭക്തിയുള്ള ഒരാളോ ഒരു പൂജയും ചെയ്യാതെ ഒരു വിളക്ക് പോലും കത്തിക്കാതെ ഇത്രയും ഭക്തി ഉണ്ടെന്ന് മഹാദേവൻ എങ്ങനെയാ പറയുക എന്നുള്ള ആശങ്കയിലായിരുന്നു അദ്ദേഹം അന്ന് ഉറങ്ങിയത്. അപ്പൊ ആ ഉറക്കത്തില് വീണ്ടും സ്വപ്നദർശനം ഉണ്ടാവുകയാണ്, മഹാദേവന്റെ സ്വപ്നദർശനം ഉണ്ടാവുകയാണ്. അപ്പൊ മഹാദേവൻ പറയാണ് സേവനം അല്ലെ, എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അവർ? ശിവക്ഷേത്രം പണിയെഴുപ്പിക്കുമ്പോൾ ദാഹിച്ചിരിക്കുന്നവർക്ക് സംഭാരം ദാനം ചെയ്യുകയാണ്. ആ സേവനമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. മാനവസേവ മാധവസേവ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ, അത് അന്വർത്ഥമാകുന്ന രീതിയിലാണ് അവരുടെ രീതി എന്ന് പറഞ്ഞുകൊണ്ട് 9 രീതിയിലുള്ള ഭക്തികളുണ്ട്. അതിൽ നവഭക്തികളിൽ ഒന്ന് സേവനമാണ്. അപ്പം അത് ശ്രേഷ്ഠമാണ്. എന്നെ പ്രീതിപ്പെടുത്തണം എങ്കിൽ സേവനമാണ് എനിക്ക് ഇഷ്ടമെന്ന് മഹാദേവൻ രാജാവിനോട് പറയുകയാണ്. അപ്പം അതിൻ്റെ അർത്ഥം വളരെ വ്യക്തമായി രാജാവിന് മനസ്സിലാവുകയും ചെയ്തു. ഈ ചെറിയ കഥയിലൂടെ നമുക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുകയാണ് ഭഗവാൻ എന്താണോ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്ന്. പുഷ്പമോ ദ്രവ്യമോ പൂജാവിധികളോ മന്ത്രമോ നാമമോ അതിനേക്കാൾ ഏറെ തന്നെ അദ്ദേഹം ആഗ്രഹിക്കുന്നത്, ഭഗവാൻ ആഗ്രഹിക്കുന്നത് സേവനം തന്നെയാണെന്ന് തോന്നുന്നു. എന്ന് ഭഗവാനെ, ശിവഭഗവാനെ ആരാധിച്ചുകൊണ്ട് നമിച്ചുകൊണ്ട് നമുക്ക് ജ്യോതിഷത്തിലേക്ക് കടക്കാം. നമ്മൾ സൂര്യ കർമ്മ ദോഷമുള്ള നക്ഷത്രങ്ങളെ കുറിച്ച് മനസ്സിലാക്കി വരികയാണ്. അശ്വതി, ആയില്യം, അനിഴം, പൂരുരുട്ടാതി. ഈ 4 നക്ഷത്രങ്ങൾ ലഗ്നമായോ ലഗ്നാധിപതി നിൽക്കുന്ന നക്ഷത്രമായോ ജന്മ നക്ഷത്രമായോ വരികയാണെങ്കിൽ ഇതിൽ നിന്നുള്ള ഈ പാപകർമ്മങ്ങളിൽ നിന്നുള്ള സൊല്യൂഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ശിവഭജനം തന്നെയാണ് വേണ്ടത്. ആത്മീയമായി നോക്കുകയാണെങ്കിൽ ശിവഭജനമാണ് വേണ്ടത്. ഞായറാഴ്ച തോറും അമ്പലങ്ങളിൽ പോവുക. ശിവന് ഞായറാഴ്ചയാണ് പ്രത്യേകത കൂടുതലുള്ളത്. ഞായറാഴ്ച പോയി ശിവക്ഷേത്രം ദർശിക്കുകയോ പഞ്ചാക്ഷരി മന്ത്രം നമഃശിവായ എന്നെഴുതുകയോ ചെയ്യുകയാണെങ്കിൽ ആത്മീയമായ രീതിയിൽ അതിൻ്റെ കർമ്മം കുറയുമെന്നുള്ളതാണ്. ഏറ്റവും നല്ല പോംവഴി എന്ന് പറയുന്നത് ഇത് കർമ്മമായി എടുക്കുക. അതിന് 4 കാരകത്വം പറഞ്ഞിരുന്നു. മെഡിസിൻ, സർക്കാർ, രാഷ്ട്രീയം, അങ്ങനെയുള്ള 4 കാരകത്വങ്ങൾ പറഞ്ഞിരുന്നു. അത് കർമ്മമേഖലയായിട്ട് ഏറ്റെടുക്കുക. മെയിൻ ജോലിയായിട്ടില്ലെങ്കിലും ഒരു സേവനമായിട്ടെങ്കിലും ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ധാർമ്മികമായി, അത് അടിവരയിട്ട് പറയേണ്ട ഒരു വസ്തുത തന്നെയാണ്. ധാർമ്മികമായി ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ നാം മുൻജന്മങ്ങളിൽ ചെയ്തതോ നമ്മുടെ പൂർവികരായി കൊണ്ടുവന്ന പാപകർമ്മങ്ങളാണെങ്കിലും സൂര്യ കർമ്മദോഷമുള്ളവർക്ക് ഇത്തരം മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ട് 6, 10 ഭാവാധിപനുമായി കണക്ഷൻ വരുന്നില്ലെങ്കിൽ, അവർക്ക് കർമ്മമേഖല മെയിനായിട്ട് സെലക്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും സൈഡായിട്ടെങ്കിലും ഒരു സേവനം എന്ന രീതിയിലെങ്കിലും ഇതിലെന്തെങ്കിലും ഒരു പ്രവൃത്തി ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അവരുടെ പാപകർമ്മങ്ങൾ കുറയുന്നു എന്നുള്ളതാണ്. അപ്പം അതിൽ അശ്വതി നക്ഷത്രം പറഞ്ഞിരുന്നു. അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് മെഡിസിൻ്റെ മെയിനായിട്ടുള്ള ഒരു നക്ഷത്രമാണ്. നല്ല ഹീലിംഗ് പവർ ഉള്ളത് ഇവർക്കാണ്. ഇവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മരുന്ന് വാങ്ങിക്കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഭേദമാവാറുണ്ട് എന്നുള്ളതാണ്. കാരണം അത്രയും പവർ അവർക്കുണ്ട്. അപ്പോൾ പൂർവ്വജന്മത്തിൽ അവർ ആ പാപം ചെയ്തിട്ട് വരികയാണെങ്കിലും പ്രകൃതി അവർക്ക് ഒരുക്കി കൊടുക്കുകയാണ്, നല്ല കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു ചാൻസ് കൊടുക്കുകയാണ്. അപ്പോൾ ആ ചാൻസ് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നിന്നും പറയാനുള്ളത്. പിന്നീടുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് പിതാവ് നഷ്ടപ്പെട്ട കുട്ടികളുണ്ടാവും അല്ലേ. അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ധനത്തിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ അവരെ സംരക്ഷിക്കുകയോ അതിനുള്ള സേവനം ചെയ്തു കൊടുക്കുകയോ ചെയ്യുന്നതും ഉത്തമമാണ്. അതുപോലെ വാർദ്ധക്യാവസ്ഥയിൽ മക്കൾ നഷ്ടപ്പെട്ടു പോയ പിതാക്കന്മാരുണ്ടാവും. ഇപ്പോൾ രോഗം ബാധിച്ചു കിടക്കുന്നവരായിരിക്കാം, ഇല്ലെങ്കിൽ അവരുടെ കാര്യം നോക്കാൻ തന്നെ അവർ വിഷമിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പോൾ അവരെ വൃദ്ധസദനത്തിലാക്കി കൊടുക്കുക, അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ധനമായോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും അതിനുള്ള ധനം ശേഖരിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്നുള്ള കർമ്മദോഷങ്ങളിൽ നിന്നുള്ള പരിഹാരം വളരെ ഈസി ആയിട്ട് തന്നെ ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ കഥയിലൂടെ നാം മനസ്സിലാക്കുന്നത് സേവനം തന്നെയാണ്. അപ്പോൾ സേവനത്തിന് തന്നെയാണ് പ്രാധാന്യം.
ഇത്തരം സേവനങ്ങളിൽ ഏർപ്പെടുമ്പോൾ തീർച്ചയായും മഹാദേവന്റെ അനുഗ്രഹം അവർക്കുണ്ടാവുകയും അതിലൂടെ ജീവന് മുക്തി സംഭവിക്കുകയും ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. നാം നാളെ അടുത്ത കർമ്മവുമായി കണ്ടുമുട്ടാം, ചന്ദ്രകർമ്മവുമായിട്ട്. അതുവരെ നന്ദി, നമസ്കാരം.